Hi everyone, I am Anjana. Welcome to Australian Migration Talks. Let's break down today about Subclass 190, State Nomination Visa. സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിട്ടറി നോമിനേഷൻ വഴി ഓസ്ട്രേലിയയിൽ ഡയറക്റ്റ് PR നേടാൻ കഴിയുന്ന ഒരു സ്ട്രക്ചേർഡ് പാത്വേ ആണിത്. സബ്ക്ലാസ് 189 പോലെ കംപ്ലീറ്റ് ഫ്രീഡം ഇല്ലെങ്കിലും PR നേടാൻ സഹായിക്കുന്ന പ്രാക്ടിക്കലായ ഒരു റൂട്ട് കൂടിയാണിത്. വിസ ഗ്രാൻഡ് ആയ ദിവസം മുതൽ തന്നെ PR സ്റ്റാറ്റസ് ലഭിക്കും. മെഡിക്കെയർ, എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ്, ലോങ് ടേം സെറ്റിൽമെന്റ് റൈറ്റ്സ് എന്നിവയെല്ലാം തന്നെ ലഭ്യമാകും. സ്റ്റേറ്റ് നോമിനേഷൻ കിട്ടുമ്പോൾ തന്നെ എക്സ്ട്രാ 5 പോയിന്റ്സ് ആഡ് ആകും. അതുകൊണ്ട് തന്നെ ഇൻവിറ്റേഷൻ ചാൻസ് ഇംപ്രൂവ് ചെയ്യും. ഡിമാൻഡുള്ള ഒക്യുപ്പേഷൻ ആണെങ്കിൽ സെലക്ഷൻ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആയിരിക്കും. കരിയർ വൈസ് കൂടി ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാത്വേ ആണ്. ചില സ്റ്റേറ്റ്സ് സെറ്റിൽമെന്റ് സപ്പോർട്ട്സ്, ജോബ് ഗൈഡൻസ് തുടങ്ങിയ സപ്പോർട്ട് സിസ്റ്റംസ് നൽകും. ഇതിലൂടെ തന്നെ ഇൻഷുർ സെറ്റപ്പ് ഈസിയർ ആയിരിക്കും. പക്ഷേ ഇവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. നോമിനേറ്റ് ചെയ്ത സ്റ്റേറ്റ്സിൽ ആദ്യ കുറച്ച് കാലങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യണം. ഒക്യുപ്പേഷൻ സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്തിരിക്കണം. എല്ലാ പ്രൊഫഷൻസുകൾക്കും എലിജിബിലിറ്റി ഇല്ല. ഡോക്യുമെന്റേഷൻസും കൂടുതലായിരിക്കും. കാരണം സ്റ്റേറ്റ് ആപ്ലിക്കേഷൻ, വിസ പ്രോസസ്സിംഗ് രണ്ടും ഹാൻഡിൽ ചെയ്യണം. ഇനിഷ്യൽ ഇയേഴ്സിൽ ലൊക്കേഷൻ ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. കൂടാതെ സ്റ്റേറ്റ് പോളിസീസ് സമയാനുസരണം ചേഞ്ച് ആകാനും സാധ്യതയുണ്ട്. റൈറ്റ് സ്റ്റേറ്റ് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ സബ്ക്ലാസ് 190 ഒരു സ്റ്റേബിൾ ആൻഡ് പ്രാക്ടിക്കൽ PR പാത്വേ ആണ്. ഓസ്ട്രേലിയൻ PR ഓപ്പർച്യൂണിറ്റീസ്, വിസ പാത്വേസ്, കരിയർ ഓപ്ഷൻസ് എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. മറൂൺ എഡ്യൂക്കേഷൻ ആൻഡ് മൈഗ്രേഷൻ നിങ്ങളോടൊപ്പം.